സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ സമ്മേളനം പിലാത്തറ യോഗക്ഷേമ സഭാ മന്ദിരത്തിൽ നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ MG പുഷ്പാങ്കദൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം സനാതന ധർമ്മത്തിനും ദേശീയതയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ് KSPS എന്ന് അദ്ദേഹം പറഞ്ഞു. TS ഉണ്ണിമാഷ് സ്വാഗതം പറഞ്ഞു. T ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് മുതിർന്ന നേതാവ് PP കരുണാകരൻ മാസ്റ്ററെ ആദരിച്ചു. KP നാരായണൻ, പ്രശാന്ത് ബാബു, KB ജഗദീശൻ, പ്രമോദ് RK, MV ഗംഗാധരൻ, CK രമേശൻ മാസ്റ്റർ, മനോജ് കാഞ്ഞിലേരി ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് സംഘടനാ സമ്മേളനവും നടന്നു. ആയുർവേദം, ആയുസിന്റെ വേദം, പ്രകൃതിയുടെ ഔഷധ കലവറ, കേശവതീരം. 2 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യം. അഭ്യംഗം, സ്വേദനം, പിഴിച്ചിൽ, ധാര, കിഴി, വസ്തി, നസ്യം തുടങ്ങിയ ചികിത്സകൾക്ക് പേരുകേട്ട സ്ഥാപനം. പട്ടണത്തിന്റെ ശബ്ദപ്പൊടി മലിനാന്തരീക്ഷം വിട്ട് പ്രകൃതിയുടെ മടിത്തട്ടിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി, ഏഴിലോട്. ഏതു തരം രോഗവും ചികിത്സിച്ച് ഭേദപ്പെടുത്താം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റ് പരിശോധിക്കുക www.keshavatiram.com. ഫോൺ 049728002998. മൊബൈൽ 9495014766. വളരെ മെല്ലെയാണെങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആളുകളുടെ എണ്ണം കാണിക്കുന്നത്. കണ്ണൂര് വളരെ വ്യക്തമായും ഒരു പടി കൂടി കടന്നുകൊണ്ട് ധാരാളം രക്തസാക്ഷികൾക്ക് ജന്മം നൽകിയ മണ്ണാണ്. നമ്മെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ പ്രസ്ഥാനത്തെ വളരാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇടതിൻ്റെയും വലതിൻ്റെയും ചുറ്റൂരം. ഇടതുപക്ഷം വളരെ ഭീകരമായ രീതിയിൽ അവരുടെ കരാള ഹസ്തങ്ങൾ കൊണ്ട് നമ്മുടെ നിരവധിയായ പ്രവർത്തകരെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കി. ഇന്ന് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ സ്ഥാനങ്ങൾ സ്വയം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന് ജീവൻ വെടിയേണ്ടി വന്നത്. അത് ജീവൻ വെടിയുകയാണോ കൊല്ലുകയാണോ ചെയ്തത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല, അതറിയാൻ സാധ്യതയില്ല. പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് കരുണാകരൻ മാസ്റ്ററുടെ. അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ആദരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കരുണാകരൻ മാസ്റ്റർ എന്ന നമ്മുടെ മുതിർന്ന സ്വയംസേവകൻ എല്ലാ രംഗങ്ങളിലും ഒരു കാലത്ത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സാധാരണ പ്രവർത്തകരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും നമ്മുടെ സംഘത്തെയും സംഘപ്രസ്ഥാനങ്ങളെയൊക്കെ ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കാൻ കഠിന പ്രയത്നം ചെയ്ത വ്യക്തിത്വമാണ് എന്ന് ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. സർക്കാരിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തന്റെ സർവീസ് കാലം ഒരുപാട് വർഷം മാറ്റിവെച്ച, ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് മാറ്റിവെച്ച ഒരാളാണ് ഞാൻ. അവസാനം എനിക്ക് ചില ആനുകൂല്യങ്ങൾ തന്നുകൊണ്ട് സർക്കാർ എന്നെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. പ്രായം എത്തിക്കഴിഞ്ഞു, ഇനി നിന്റെ സേവനം രാജ്യത്തിന് ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ തരുന്ന ഈ ചെറിയ സാമ്പത്തികം സ്വീകരിച്ചുകൊണ്ട് വിശ്രമ ജീവിതം നയിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സമൂഹം എന്നെ ഇപ്പോൾ അർപ്പിച്ചിട്ടുള്ളത് വിശ്രമ ജീവിതം നയിക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ ചെറിയ പെൻഷൻ തരുന്നത്. ദയവ് ചെയ്ത് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് അതിന്റെ പ്രവർത്തനം അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ 70 വർഷം പൂർത്തീകരിക്കുകയാണ് ഈ 2025 ജൂലൈ. സംഘത്തിന്റെ ശതാബ്ദിയും BMSന്റെ സപ്തതി വർഷവുമാണ്. രാജ്യത്ത് ട്രേഡ് യൂണിയൻ സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് BMS രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. BMS രൂപീകരിക്കാൻ കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. പക്ഷേ ഭാരതീയ മസ്ദൂർ സംഘം ആലോചിച്ചത് വരാൻ കാരണം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകൾ തൊഴിലാളി താല്പര്യങ്ങളെ ഹനിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഭാരതീയ മസ്ദൂർ സംഘം രൂപം കൊള്ളുന്നത്. ഭാരതീയ മസ്ദൂർ സംഘം ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ സംഘടനയായി മാറിയത് അതിന്റെ വ്യത്യസ്തമായ നയം, ആശയം, മുദ്രാവാക്യം, ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ്. നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ജില്ലാ സമ്മേളനം തലശ്ശേരി കഴിഞ്ഞു. അതിലുണ്ടായിരുന്ന നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉപരിയായ
ജനപങ്കാളിത്തം, അത് ആ പ്രസ്ഥാനത്തിന്റെ ജില്ലാ സമ്മേളനമാണ് ഇവിടെ നടന്നത്. ഈ ജില്ലാ സമ്മേളനത്തിൽ ഇന്ന് വന്നത് ഏകദേശം 200-ൽ പേരം ആൾക്കാർ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിന്റെ 10 മടങ്ങ് ആൾക്കാർ നമ്മുടെ പുറത്ത് ഓരോ ബ്ലോക്കുകളിലുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ ഓരോ പ്രവർത്തകരും